ഇന്നലത്തെയൊക്കെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ നവരാത്രിയുടെ ഒന്നാം ദിനത്തിൻ്റെ ട്രേഡിംഗ് ആയിരുന്നു ആരംഭിച്ചത്. അതായത് സെപ്റ്റംബർ മാസത്തിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു ട്രേഡിങ്ങിന് ഒരു തുടക്കം ലഭിച്ചിരിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. കൂടാതെ മാരുതി സുസുക്കി പരിശോധിക്കുകയാണെങ്കിൽ മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 30,000-ഓളമുള്ള ബുക്കിങ്ങുകൾ ലഭ്യമായിരിക്കുന്നു. കൂടാതെ 80,000-ലധികമുള്ള എൻക്വയറികൾ ഒരു ദിനത്തിൽ തന്നെ വന്നു എന്നുള്ളത് മാരുതി സുസുക്കിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഹ്യുണ്ടായിലേക്ക് കടക്കുകയാണെങ്കിൽ ഹ്യുണ്ടായിക്ക് ഏകദേശം 11,000 ഡീലർ ബില്ലിങ്ങുകൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 5 വർഷം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഹ്യുണ്ടായി മോട്ടോഴ്സിൻ്റെ ഏറ്റവും മികച്ച ഒരു ദിനമായിരുന്നു ഇന്നലെ കഴിഞ്ഞു പോയത് എന്നൊരു കാര്യമാണ്. കൂടാതെ ടാറ്റ മോട്ടോഴ്സ് പരിശോധിക്കുകയാണെങ്കിലും 10,000-ലധികം ഡെലിവറി ഉണ്ടാകുന്നു. 25,000-ലധികമുള്ള എൻക്വയറീസ് ടാറ്റ മോട്ടോഴ്സിനും വന്നിരിക്കുന്നു. കൂടാതെ ഈ ഒരു GST 2.0 റിഫോംസ് കാറുകളുടെ വരുത്തിയിരിക്കുന്ന പ്രൈസ് കട്ടൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഈ ഉള്ള ഓഹരികളിലൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നിലവിൽ ഗോൾഡ്മാൻ സാക്സിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി ലഭ്യമായിട്ടുണ്ട്. മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മുൻപത്തെ ന്യൂട്രൽ റേറ്റിംഗ് മാറ്റിയിട്ട് ഗോൾഡ്മാൻ സാക്സ് ഒരു ബൈ റേറ്റിംഗ് നിലവിലിപ്പോൾ നൽകിയിരിക്കുന്നു. ടാർഗറ്റ് പ്രൈസായിട്ട് 18,900 രൂപയാണ് നിലവിലിപ്പോൾ ഗോൾഡ്മാൻ സാക്സ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വാർത്തയ്ക്ക് ശേഷമായിരുന്നു മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു 52 വീക്ക് ഹൈ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. അതായത് ഇൻ്റർനാഷണലി തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രോക്കറേജ് അഥവാ ഫണ്ട് ഹൗസ് ആയിട്ടുള്ള ഗോൾഡ്മാൻ സാക്സ് തന്നെ ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നു എന്നത് ഓഹരിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രിഗറായിട്ട് തന്നെയായിരുന്നു ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നുവാമയുടെ ഈ ഒരു ഓട്ടോ സെക്ടറിലെ വ്യൂവും കൂടി പരിശോധിക്കുകയാണെങ്കിൽ നുവാമയും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ ഒരു സെക്ടർ പരിശോധിക്കുകയാണെങ്കിൽ 2027-29 കാലഘട്ടം വരെ ഒരു അപ്രൈസിങ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഈ ഒരു മികച്ച ട്രെൻഡ് ആ ഒരു രീതി വരെ തുടരും.